എല്ലായിടത്തും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ നീരൊഴുകുന്നുണ്ട് കേട്ടോ നമ്മുടെ. പിന്നെ എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫേസ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, ശ്രദ്ധിക്കുന്നുണ്ടാവാം, കാണുന്നുണ്ടാവാം. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾ വന്നിട്ടുണ്ട്. ഇത് പിമ്പിൾസ് വന്നു പോയി കുറേ പാടുകളാണ് ഈ കാണുന്നേക്കാം, വന്നു പോയതാണ്. ഇവിടെയൊക്കെ നല്ല രീതിക്ക് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്, ഭയങ്കര ഈ തരത്തിരി പോലത്തെ പിമ്പിളില്ലേ, അതുണ്ട് കുറേ. പിന്നെ ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്രയും ചിലപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടാവില്ല. ഇതിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല രീതിക്കുണ്ട്. പിന്നെ അത് ഇപ്പുറത്ത് പിന്നെയും ഉണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ എനിക്കൊരു ടൈമിൽ നന്നായിട്ട് പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു. പിമ്പിൾ വന്നപ്പോൾ ഞാൻ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്ത് മാറ്റിയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാം ചെയ്യുന്നത് വർക്കാവത്തില്ലല്ലോ, അങ്ങനെ ചിലത് വർക്കായി ചിലത് വർക്കായില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജീരകത്തിൻ്റെ ഒരു പാക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അപ്പോൾ ഒന്ന് കാണും കേട്ടോ. അതെനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ എനിക്ക് വർക്കായ ഒരു പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ആ പാക്കൊന്ന് യൂസ് ആക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വന്നത് പല റീസൺസും ഉണ്ടാവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാം. എനിക്ക് ഉണ്ട് കേട്ടോ, എനിക്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ എൻ്റെ സ്കിന്നൊന്നും കെയർ ചെയ്യാറ് പോലും ഇല്ല കുറേ നാളായിട്ട്. ഒരു സാധനം എൻ്റെ ഫേസിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു കുറേ നാളായിട്ട് ഒന്നും തന്നെ ഞാൻ ഫേസിൽ ചെയ്യുന്നില്ല. പിന്നെ കെയറിങ് തൊട്ടടുത്ത് പോലും പോകില്ല. നേരത്തെ അങ്ങനെ ഡെയിലി കെയർ ചെയ്യുന്ന ആളല്ല, എന്നാലും ഞാൻ വല്ലപ്പോഴെങ്കിലും എന്തെങ്കിലും ചെറിയ ടിപ്സൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഒന്നും ചെയ്യാറില്ല. അതിൻ്റെതായിട്ടുള്ള എല്ലാം എൻ്റെ ഇപ്പോൾ സ്കിന്നിലുണ്ട്. കുറേ ഇങ്ങനെ ഈ പിമ്പിൾസ് വന്നു പോയ പാടൊക്കെ തന്നെയാണെങ്കിലും കണ്ടോ, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ നന്നായിട്ട് ടാനും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സ്കിന്ന് ഇനി കെയർ ചെയ്യണമെന്ന് തോന്നി, കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ടും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കാതിരുന്ന കാര്യമില്ല. അപ്പോൾ എനിക്ക് നേരത്തെ ഇതേപോലെ പിമ്പിൾ വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തൊരു പാക്കാണ് ഞാൻ വീണ്ടും രണ്ടാമത് യൂസ് ആക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കായൊരു പാക്കാണ്. പിന്നെ ഇത് നേരത്തെ, അതായത് ഇങ്ങനെ നമുക്കിങ്ങനെ ചൊറിച്ചിൽ വന്ന പോലത്തെ പിമ്പിളില്ലേ, അതും പിന്നെ ഈ തരി പോലത്തെ പിമ്പിള്, പിന്നെ ഇങ്ങനെ കാര പോലെ ഇരിക്കില്ലേ, അങ്ങനെയുള്ള പിമ്പിൾ, അതിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ്. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, നിങ്ങളിത് ട്രൈ ചെയ്യുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യുക. ഇതിലെന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഇത് പാക്ക് ട്രൈ ചെയ്യാതിരിക്കുക. പിന്നെ എനിക്കിത് വർക്കായത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇത് വർക്കാവണമെന്നില്ല. അപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് 1-2 ദിവസത്തിൽ വർക്കായില്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ലാസ്റ്റ് പറയരുത്. ചിലർ പറയില്ലേ, ഞാൻ ഇത്രയും ദിവസം ചെയ്തിട്ടും വർക്കായില്ല. പക്ഷെ ചിലർക്കത് വർക്കാവും. അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. എനിക്കിത് വർക്കായത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാക്ക് ഓൾറെഡി അറിയാമായിരിക്കും, നിങ്ങളാരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ വലിച്ച് നീട്ടുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മഞ്ഞളാണ്. അപ്പോൾ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ പീസ് മഞ്ഞൾ നമ്മൾ അവിടെ നിന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, ഉപയോഗിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ. മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്, പിമ്പിൾസ് കുറക്കും. പക്ഷേ ചിലർക്ക് മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിമ്പിൾസ് വരും. എനിക്കങ്ങനെ വന്നിട്ടുണ്ട് ഒരു 9th 10th പഠിക്കുമ്പോൾ. അപ്പോൾ നോക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറക്കും കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു മഞ്ഞളുടെ പീസ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പിടി തുളസിയിലുണ്ട്. തുളസിയിലയിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഹീലിംഗ് പ്രോപ്പർട്ടീസും അധികം ഉള്ളതുകൊണ്ട് തന്നെ ആക്നെ പ്രോൺ സ്കിന്നിന് അടിപൊളിയാണ്. പിന്നെ അതുമാത്രമല്ല ബ്രേക്ക് ഔട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഒരു പിടി തുളസിയിലയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതും ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ചെറിയുള്ളിയാണ്. 2 കഷ്ണം ചെറിയുള്ളി മതി. ചെറിയുള്ളി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക് ഔട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ പിമ്പിൾസ് വന്ന് നന്നായിട്ട് കുറക്കും. പിന്നെ ഈ കവിളിലൊക്കെ ചുവന്ന തടിപ്പൊക്കെ വരില്ല, അതൊക്കെ മാറ്റിത്തരും. പിന്നെ അതുപോലെ ഫൈൻ ലൈൻസും റിങ്കിൾസും എല്ലാം മാറ്റാൻ ചെറിയുള്ളി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക്. ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചല്ല അരച്ചെടുത്തേക്കുവാണ്. പക്ഷേ എനിക്ക് ഇത്രയും അരക്കാനേ പറ്റിയുള്ളൂ. അത്യാവശ്യം കുറച്ചും കൂടി പേസ്റ്റ് ആക്കുകയാണെങ്കിൽ നല്ലത്. നമ്മൾ കല്ലിലൊക്കെ വെച്ചാണ്, മറ്റേ ഈ ചതക്കണ കല്ലില്ലേ,
അതിലൊക്കെ വെച്ചാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ അരക്കണ കല്ലിലേക്ക്, മിക്സിയിലൊക്കെ ഇച്ചിരിയൊക്കെ നമ്മൾ ഇങ്ങനെ ജാറിലിട്ട് ചതച്ചെടുക്കുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ ഇട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉള്ളി, മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ തുളസി ഇലയും കൂടി മിക്സാണ്. അതിൽ വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ അരച്ചേക്കണേ. ഓൾറെഡി തുളസിന്നൊക്കെ നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഇത് യൂസാക്കേണ്ട കാര്യമില്ല. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ ഒരു ലിപ് ബാമും കണ്ണ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മുടെ ഫേസിൽ എവിടെയാണ് പിമ്പിളുള്ള ആ ഭാഗത്ത് ഈ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു പാക്ക് 7 days ആട്ടോ കണ്ടിന്യൂ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. ഇപ്പോൾ അലർജി കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും രീതി ഇറിറ്റേഷൻ വരുവാണെങ്കിൽ പിന്നെ 7 days ഒന്നും കണ്ടിന്യൂ ചെയ്യേണ്ട കേട്ടോ. കാരണം എനിക്കിത് വർക്കായെന്ന് കരുതി നിങ്ങൾക്ക് വർക്കാവണമെന്നില്ല. എല്ലാവരുടെയും സ്കിൻ ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ എന്തായാലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണ്ട. ഉള്ളിൽ നിന്നും തുളസിയിൽ നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി നന്നായിട്ട് അത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റിയാൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ മാത്രം കേട്ടോ. ഇതിന് സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ചത് നിലത്തോട്ട് വീഴും. കുറച്ചും കൂടി പേസ്റ്റ് ആണെങ്കിൽ ഇരിക്കും. പിന്നെ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ നല്ല വെള്ളം പോലെ തന്നെ ഉണ്ടോ, അത് തുളസിയുടെ നീരാട്ടോ. തുളസിയുടെ നീരൊക്കെ നല്ലതാണ് പിമ്പിൾസൊക്കെ പോകാൻ. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ മുറ്റത്ത് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഓരോരോ തുളസി ചെടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇല എടുത്തിട്ട് അതിൻ്റെ നീരിങ്ങനെ പിഴിഞ്ഞ് എൻ്റെ ഓൾറെഡി ഞാൻ അങ്ങനെ ചെയ്ത കാര്യമാണ്. എൻ്റെ പിമ്പിളുണ്ടെങ്കിൽ അവിടേക്ക് ഇടാറുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ അലർജിയും കാര്യങ്ങളില്ല. നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ എന്തായാലും നോക്കിയിട്ട് മാത്രം ചെയ്യാം കേട്ടോ. നമുക്കിതൊരു 10-20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു നീരില്ല അതൊന്ന് ഡ്രൈ ആവും, നമുക്കത് മനസ്സിലാവും. നീരൊന്നിങ്ങനെ വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എന്തായാലും ഒന്ന് ഡ്രൈ ആവട്ടെ. ഞാൻ എല്ലായിടത്തും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ നീര് ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയും പിന്നെ ഈ തുളസിയും അതിൻ്റെ എല്ലാത്തിൻ്റെ നീര് നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. നീറലൊന്നുമില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ആദ്യം ഞാൻ ഉള്ളിയിട്ട സമയത്തില്ലേ എനിക്ക് പിമ്പിളിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പിമ്പിൾസ് ഇങ്ങനെ പൊട്ടിയിരിക്കണോണ്ട് ആ ഭാഗത്ത് നീറുമെന്ന്. അന്ന് എനിക്ക് നീറിയായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിയ ടൈപ്പ് പിമ്പിൾസൊക്കെ ആണെങ്കിൽ ഞാൻ ഇടാൻ പറയില്ല. ഉള്ളിയുടെ ചെറിയൊരു നീറ്റിലുണ്ടാവും കേട്ടോ. അല്ലാതെ നോർമൽ ഇങ്ങനത്തെ എൻ്റെ ഇപ്പോൾ കണ്ടില്ലേ അങ്ങനത്തെ, അല്ലെങ്കിൽ തരിതിരി പോലത്തെ, കാര പോലത്തെ, പിന്നെ പഴുത്തെന്നല്ല പൊട്ടാത്ത പിമ്പിളിൽ ഇട്ടാൽ മതി. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ട് പിമ്പിളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീറും, മുറിവല്ലേ. പക്ഷെ ഇപ്പം എനിക്ക് നീറുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ചില ഭാഗത്ത് മാത്രം കുരുവുള്ളതുകൊണ്ടായിട്ട് അങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ആക്നെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ എൻ്റെ ആ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമേ ഇട്ടത്. പിന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുള്ളായിട്ട് ഇടണമെന്നുള്ളവർക്ക് ഫുള്ളായിട്ട് ഇടാം. സോ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. അത്യാവശ്യം ഇവിടെയൊക്കെ ഉണങ്ങി വന്നിട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കഴുകിയിട്ടും വരാം. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ. ആ മഞ്ഞളിൻ്റെയാണ്. അതും കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ താനെ പൊക്കോളും. പിന്നെ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ആക്കരുത്. നിങ്ങൾക്ക് ഇപ്പം ചിലർക്ക് തുളസിയോ അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞളോ അല്ലെങ്കിൽ ഉള്ളിയോ ഇതൊക്കെ ഫേസിലിടുമ്പോൾ അലർജി ഉണ്ടെന്ന് അറിയുന്നവർ അത് അറിഞ്ഞുകൊണ്ട് എടുത്തിടാൻ നിൽക്കരുത്. പിന്നെ എന്തായാലും ഇടുന്നതിന് മുമ്പ് ഈ പാക്ക് എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജി ഇല്ലെങ്കിൽ മാത്രമേ യൂസ് ആക്കുക. പിന്നെ നിങ്ങളിത് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഒരു 7 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. 7 days യൂസ് ആക്കുമ്പോഴേക്കും മാറും. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാകും. നിങ്ങളുടെ ആദ്യ യൂസിൽ തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ അലർജി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണേ. എനിക്ക് കിട്ടിയ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ നോക്കിയും കണ്ടു, അവനവൻ്റെ മുഖമാണ്, അവനവൻ്റെ സ്കിന്നാണെന്നൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ നോക്കുക. പിന്നെ എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
എൻ്റെ പേര് ലയ എന്നാണ്. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ, ടാറ്റാ.